നമസ്കാരം. എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കടുത്ത രാഷ്ട്രീയ വിമർശനവുമായി CPM സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ. വെള്ളാപ്പള്ളി നടേശൻ ഒരേ സമയം രണ്ട് തോണിയിൽ കാല് വെച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റേത് ബഹുമുഖ വേഷമാണെന്നും ജയരാജൻ കുറ്റപ്പെടുത്തി. KSEA സാംസ്കാരിക വിഭാഗമായ രചന സംഘടിപ്പിച്ച സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തക ചർച്ചയിലെ പ്രഭാഷണത്തിലാണ് പി ജയരാജൻ വെള്ളാപ്പള്ളിക്കെതിരെ പരസ്യമായി ആഞ്ഞടിച്ചത്. ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ ഇന്നത്തെ തലപ്പത്തുള്ളവർ ശ്രീനാരായണ ദർശനങ്ങൾക്ക് പൂർണ്ണമായി എതിരായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. വെള്ളാപ്പള്ളി നടേശൻ്റെയും കുടുംബത്തിൻ്റെയും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ രാഷ്ട്രീയ നിലപാടുകളെ ചരിത്ര പശ്ചാത്തലത്തിൽ പരിശോധിക്കണമെന്ന് ജയരാജൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരിക്കുകയും കേരള സർക്കാർ രൂപവൽക്കരിച്ച നവോത്ഥാന സമിതിയുടെ നായകസ്ഥാനത്ത് വരികയും ചെയ്യുന്നു. എന്നാൽ അതേസമയം തന്നെ മകനെ സംഘപരിവാർ ശക്തികൾക്കൊപ്പം നിൽക്കുന്ന BDJSന്റെ സംസ്ഥാന നേതാവാക്കി മാറ്റുന്നു. ഇതിനു പുറമെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രീതി നടേശൻ BJP സ്ഥാനാർത്ഥികളെ വെള്ളപൂശാൻ വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുകയാണെന്നും ജയരാജൻ ചൂണ്ടിക്കാട്ടി. ഈ ബഹുമുഖ വേഷം കേരളീയ സമൂഹം കൃത്യമായി തിരിച്ചറിയണമെന്നും അദ്ദേഹം. കേരളത്തിലെ ഇപ്പോഴത്തെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ നടേശൻ ചെയ്യുന്ന കൃത്യം നമ്മൾ ചരിത്രത്തിലൂടെ നോക്കുമ്പോൾ രണ്ട് തോണിയിൽ കാല് വെച്ച് നിന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. വെള്ളാപ്പള്ളി SNDPയുടെ ജനറൽ സെക്രട്ടറി കേരളത്തിലെ അന്നത്തെ സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ നായകസ്ഥാനത്ത് വരികയാണ്. പിന്നെയോ മകനെയോ BDJS നേതാവാക്കി. ആ BDJS ആരുടെ കൂടെയാണ്? സംഘപരിവാർ ശക്തികളുടെ കൂടെയാണ്. സംഗതി മനസ്സിലായോ? ഈ ബഹുമുഖ വേഷം അത് കേരളീയ സമൂഹം തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നായിരുന്നു പി ജയരാജൻ്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന CPM സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് പി ജയരാജൻ്റെ ഈ പരസ്യ പ്രതികരണം എന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേറെ ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ പരാമർശങ്ങളെ ശക്തമായി തള്ളിപ്പറയാതിരുന്നത് ഇടതുപക്ഷത്തിന് വലിയ വീഴ്ചയായി മാറിയെന്നാണ് CPM സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ വർഗീയതയോട് സ്വീകരിച്ച അഴകുഴമ്പൻ സമീപനം ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നവർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഈ സമീപനം തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായെന്നും പാർട്ടി വിലയിരുത്തുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് അകന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് കാരണമായെന്നും CPM വിലയിരുത്തുന്നു. വർഗീയ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാത്തതാണ് വീഴ്ച. ഇത് ഇടതുപക്ഷത്തുള്ളവർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെന്നും അഭിപ്രായം ഉയർന്നു. എല്ലാത്തരം വർഗീയതകളെയും ശക്തമായി എതിർക്കണമെന്ന നിലപാടിലേക്ക് പാർട്ടി എത്തിയതോടെയാണ് വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത വിമർശനവുമായി നേതാക്കൾ രംഗത്തിറങ്ങുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടുതൽ ജാഗ്രത വേണമായിരുന്നുവെന്നും തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം പിഴച്ചതായും CPM റിപ്പോർട്ടിൽ സ്വയം വിമർശനമുണ്ട്. അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചത് അതിൻ്റെ ശോഭ കെടുത്തിയെന്നും പാർട്ടി വിലയിരുത്തുന്നു. വരും ദിവസങ്ങളിൽ വർഗീയ നിലപാടുകൾക്കെതിരെ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകും എന്നാണ് CPM വിശദീകരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വർഗീയ നിലപാടുകൾക്കെതിരെ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകുമെന്നാണ് CPM വിശദീകരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരവും സർക്കാരിനെതിരായ ആസൂത്രിത പ്രചാരണങ്ങളും വോട്ടുകൾ വലിയ തോതിൽ നഷ്ടപ്പെടുന്നതിന് കാരണമായെന്നും MV ഗോവിന്ദൻ തുറന്നു പറയുന്നു. ഭരണത്തിൽ വന്ന വീഴ്ചകൾ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ബാധിച്ചു. സർക്കാരിൻ്റെ ചില ഭരണ നടപടികളോട് ജനങ്ങൾക്കിടയിൽ എതിർപ്പുണ്ടായിരുന്നു. തുടർ ഭരണത്തിൽ പാർട്ടി സംഘടനാ സംവിധാനം മുരടിച്ചെന്നും CPM വിലയിരുത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടായതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റാരോപിതനായ പത്മകുമാറിനെ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു. ആരോപണം ഉണ്ടായപ്പോൾ തന്നെ കർശന നടപടി സ്വീകരിച്ചില്ലെന്ന എതിരാളികളുടെ പ്രചരണം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു. UDF സർക്കാർ അധികാരത്തിലെത്തിയിട്ട് വിലയിരുത്താനായിട്ടില്ല. ചെയ്യുന്നതെല്ലാം വാഗ്ദാന ലംഘനവും ജനവിരുദ്ധമാണെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി.